ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഹിയർസ് മൈ നെക്സ്റ്റ് വീഡിയോ. ഞാൻ പറഞ്ഞ ആ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത്, അല്ലെങ്കിൽ ഇവിടെ ഏതൊക്കെ കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഇറ്റ്സ് മീ അജു. ലാസ്റ്റ് വീഡിയോയിൽ വൈ ഐ ചൂസ് അയർലൻഡ് എന്ന് ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ അകത്ത് അയർലൻഡ് എഡ്യൂക്കേഷനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജും അതുപോലെ തന്നെ കോമൻസിലും അല്ലാതെ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജൊക്കെ വന്നിരുന്നു. ഒരുപാട് പേരെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു കണക്കിലാണ് കേട്ടോ. ഒരു 10 പേരെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരുപാടാണ്. കാരണം നിങ്ങൾക്ക് കാണാം, എനിക്ക് 155 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമ്മുടെ ഗ്രോയിങ് ഫേസ് എന്ന് പറയുന്നത് എന്താ പറയുക, സീറോയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ട് പോലും ഇല്ല. നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതൊക്കെ ചെയ്യട്ടെ എന്നേ ഉള്ളൂ, നോ പ്രഷർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അയർലൻഡിൽ ഏത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പഠിക്കുന്നത് മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് ആണ്. ഞാൻ നാട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സ് എടുത്തത്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിന്നും ഒരു അനാലിസിസ് ടൈപ്പ് ഓഫ് ഒരു ജോബ് കിട്ടാനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ബട്ട് ഇവിടെ അറ്റ് ദി മൊമെൻറ്റ് ബിസിനസ് അനലിറ്റിക്സ്, ഡേറ്റ അനലിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ജോബ് ഓപ്പണിങ്സ് ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് അനുസരിച്ച് എൻട്രി ലെവലുള്ള ആൾക്കാർക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പണിങ്സ് വളരെ കുറവാണ്. അറ്റ് ദി സെയിം ടൈം വി ക്യാൻ സീ ഒരുപാട് ഓപ്പണിങ്സ് മിഡ് സീനിയർ ലെവലുള്ളവർക്ക് ഉണ്ട്. എനിവേ, ഞാനൊരു ബിഗിനറാണ്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. ഒരു ബിസിനസ് അനലിറ്റിക്സ് റോൾ അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കധികം അറിയില്ല. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 8 മന്ത്സേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വന്നത്. ഓൾമോസ്റ്റ് എൻ്റെ കോഴ്സ് ഈ 2024 മെയ്യിൽ തീർന്നായിരുന്നു. ജൂണിലാകെ ഉണ്ടായിരുന്നത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റിൻ്റെ ഫൈനൽ സബ്മിഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം സമ്മർ സ്കൂൾ അടക്കം എല്ലാ പരിപാടിയും മെയ്യിൽ തീർത്തായിരുന്നു. അതിനുശേഷം ഇതുവരെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട്സൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട്സൊക്കെ വന്നു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വെനസ്ഡേ ആണ് എൻ്റെ ഗ്രാജുവേഷൻ ഡേ വരുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. എനിവേ, അതല്ല ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക്. സോ ഇവിടുത്തെ ഒരു മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 2 ഇയർ സ്റ്റേ ബാക്കോട് കൂടിയാണ് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി വരുന്നത്. ആൻഡ് ഇവിടുന്ന് ഒരു BA ചെയ്യുന്നത് വേർത്താണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ജോബ് ഓപ്പണിങ്സിൻ്റെ ഒക്കെ കാര്യം വരുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ പറയുക, ഇവിടെ വന്ന് പഠിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി പഠിച്ച് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കോഴ്സിനേലും ചിലപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മാസ്റ്റേഴ്സ് ഈ ഒരു എന്താ പറയുക IT റിലേറ്റഡ് എടുക്കണമെങ്കിൽ അതിന് കോർ ചെയ്തു വരുന്ന ഏതെങ്കിലും കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് അത്രയും കഴിവുള്ള ആൾക്കാർക്ക് കേട്ടോ. ഇപ്പം എന്നെ പോലെ അങ്ങനെ കോഡിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക കോറായിട്ട് പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഒബിയസ്ലി ഇതെടുക്കാം. അതാണ് എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ കോറായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്നെ പോലെ തന്നെ വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ടേക്ക് മാറണം, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം നമ്മളുടെ ഫീൽഡിൽ വരണമെങ്കിൽ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാം. ഇതൊന്നും അല്ലാതെ IT ഫീൽഡ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഓപ്പണിംഗ് ഉള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സ്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്തേക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അടക്കം കുറച്ച് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഓൾമോസ്റ്റ് ജോബ് ആയി, ലൈക്ക് അവർക്ക് പെട്ടെന്ന് പ്ലേസ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ACCA അങ്ങനെ കുറച്ച് കോഴ്സുകളില്ലേ, അതൊക്കെ ചെയ്തു വരുന്നവർക്ക് ഇവിടെ എന്തോ 6 മന്ത്സ് എന്തോ കോഴ്സ് ചെയ്താൽ മതി. ലൈക്ക് അത് ഓൾമോസ്റ്റ് നമ്മളുടെ കുറേ മൊഡ്യൂൾസ് കട്ട് ചെയ്ത് കളയും. അവർക്കും ജോലി കിട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്.
അപ്പോൾ അക്കൗണ്ട്സുകാരുടെ കാര്യമായി. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഫാമയാണ്. ഇവിടെ ഒത്തിരി ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉള്ള ഒരു കൺട്രിയാണ് അയർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമയിൽ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഫാമയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ലൈക്ക് എനിക്കറിയാവുന്ന 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കൊക്കെ ജോലിയായി. ലൈക്ക് അതും ഒരു എന്താ പറയുക, മെഡിക്കൽ ഫീൽഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. കാരണം അയർലാൻഡാണ് ഏറ്റവും കൂടുതൽ നഴ്സുമാർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കൺട്രി. ലൈക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് തരും. ഇപ്പോൾ നാട്ടിൽ തന്നെ 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ 5 ഇയർ എക്സ്പീരിയൻസ് ഇവിടെ ആഡ് ചെയ്യും. 6 ഇയർ, അതായത് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്ന സാലറി ആയിരിക്കും അയർലാൻഡിൽ കൊടുക്കുക. പിന്നെ ഒരു വട്ടം ഒരു ഇയറും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇൻക്രിമെൻറ്റ് കിട്ടും. അപ്പോൾ എന്താ പറയുക, എംപ്ലോയീസിനെ ആ ഒരു നല്ല ലെവലിൽ കാണുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ മെഡിക്കൽ, അക്കൗണ്ട്സ്, IT ഇത് മൂന്നുമാണ് ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ പോകുന്ന 3 എന്താ പറയുക 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയാൻ പറ്റുക. അതിൽ തന്നെ എനിക്കിപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് IT ആണ് കുറച്ച് താഴ്ന്നു നിൽക്കുന്നത്. ബാക്കിയുള്ളത് രണ്ടും അത്യാവശ്യം നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ ഏത് കോഴ്സാണ് എടുത്തത്, എന്തിനാണ് ഞാൻ ആ കോഴ്സ് എടുത്തത്, ഇറ്റ്സ് ലൈക്ക് എ ബ്രെഡ്സ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് വിവരം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനത് എടുത്തത്. എന്താവും നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള 3 ഫീൽഡ്, എനിക്കറിയാവുന്ന 3 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഈ വീഡിയോയിൽ. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നേരത്തെ പോലെ തന്നെ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.